ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് റോസാ പുഷ്പങ്ങളുടെ കന്യകയെക്കുറിച്ചാണ്. അവർ ലേഡി ഓഫ് ദ റോസ, ഇറ്റലി. 1417 ജനുവരി 3-നും 4-നും ഇടയിലുള്ള രാത്രിയിൽ ബെർഗാമോയിൽ നിന്ന് ബ്രേഷ്യയിലേക്ക് യാത്ര ചെയ്ത 2 റോമൻ വ്യാപാരികൾ അൽബാനോ ഗ്രാമത്തിനടുത്തുള്ള കാട്ടിൽ വഴിതെറ്റി അകപ്പെട്ടു. തണുപ്പുകൊണ്ട് മരിക്കാറായ അവർ ആ രാത്രിയിൽ അപകടനില തരണം ചെയ്താൽ ഒരു പള്ളി പണിയാമെന്ന് തീക്ഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആകാശം തുറന്ന് അന്ധകാരത്തെ മാറ്റി പ്രകാശരശ്മികൾ വരികയും വഴി കാണിക്കുകയും ചെയ്തു. നന്ദിയുള്ള ഹൃദയവുമായി മോചിതരായ അവർ വേഗം ബെർഗാമോ നഗരത്തിലെത്തി. വളരെ വൈകിയതിനാൽ ദേവാലയം അടച്ചെങ്കിലും അതിനടുത്തുള്ള ഒരു പഴകി ദ്രവിച്ച കെട്ടിടത്തിൽ അഭയം തേടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് പരിശുദ്ധ കന്യകാമറിയം കുഞ്ഞും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മാതാവിനോടുള്ള ആദരവിനായി പിന്നീട് അവർ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതയാത്രകളിൽ പലപ്പോഴും പ്രയാസങ്ങളും അന്ധകാരങ്ങളുമെല്ലാം നിറയുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ മാതാവേ, വഴികാട്ടിയായി, പ്രകാശമായി, കൃപയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളായിരിക്കും ജീവിത സാഹചര്യങ്ങളെയെല്ലാം തിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ, ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.